അങ്ങനെ വൈദികൻ പോകുന്ന സ്ഥലത്തൊക്കെ മേരിക്കുട്ടിയെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് കൂടി. വൈദികന് സ്വന്തമായിട്ട് കാറുണ്ട്, ആ കാറിന് സ്വന്തം ഡ്രൈവറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ നാടിൻ്റെ പല ഭാഗങ്ങളിലും പോകുന്നു. വേളാങ്കണ്ണിയിൽ പോകുന്നു, മദ്രാസിൽ പോകുന്നു, തിരുവനന്തപുരത്ത് പോകുന്നു, കന്യാകുമാരിയിൽ പോകുന്നു. അങ്ങനെ തെക്കേ ഇന്ത്യയിൽ മുഴുവനും സർക്കിട്ട് അടിച്ച് നടക്കുക. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. 1985 ആയപ്പോഴേക്കും വൈദികൻ മേരിക്കുട്ടിക്ക് ചില സ്വർണ്ണാഭരണങ്ങളൊക്കെ പണിക്കും. അവർ വിദേശത്ത് അയക്കാൻ എന്ന വ്യാജേന പാസ്പോർട്ടും മറ്റ് രേഖകളൊക്കെ മേടിച്ചു വെച്ചു. സർട്ടിഫിക്കറ്റുകളൊക്കെ വൈദികൻ്റെ കൈവശമാണ്. ഇത്രയായി കഴിഞ്ഞപ്പോൾ മേരിക്കുട്ടി ഒരു ചെറിയ ഡിമാൻഡ് വൈദികൻ്റെ മുമ്പിൽ വെച്ചു. അതായത്, നമ്മൾ ഏത് കാലത്തും ഇങ്ങനെ നടന്നാൽ പോരല്ലോ, അഭിമന്യ പുരോഹിതൻ ഈ ലോഹ ഊരി നമ്മളുടെ വിവാഹം നടത്തണം എന്നാവശ്യപ്പെട്ടപ്പോൾ വൈദികൻ പറഞ്ഞു, ഇപ്പം കഴിയുന്ന പോലെയൊക്കെ അങ്ങ് പോയാൽ മതി. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ തിരുവസ്ത്രം നഷ്ടപ്പെടും, പിന്നെ ഈ കലാപരിപാടി പഴയ പോലെ നടത്താൻ പറ്റില്ല, പിന്നെ അധ്വാനിച്ച് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ, അത് എനിക്ക് അറിയാനും പാടില്ല.